Welcome my dear students. It is a video lesson for the 9th class students. In this video lesson we are going to discuss one of the plays in our textbook named by Listen to the Mountain was written by Kaveri Nambishan. Okay, first of all we have to discuss about the author. Let's have more information about the author. In the page number 89 you can see the profile of the author. Okay, Kaveri Nambishan. An Indian novelist was born in Pelangala village in South Cuttack, Karnataka in a family of politicians. ഇന്ത്യൻ നോവലിസ്റ്റായ കാവേരി നമ്പീശൻ കർണാടകയിലെ ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രമുഖരടങ്ങിയ ഒരു കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ഷി സ്റ്റഡീഡ് മെഡിസിൻ ഇൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ ആൻഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ട്. ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ടിലെ ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് അവർ അവരുടെ മെഡിസിൻ പഠനം അവർ പൂർത്തിയാക്കിയത്. അതായത് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1995 MBBS ചെയ്യുമ്പോൾ സർജറിക്ക് സ്വർണ്ണ മെഡൽ നേടി ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. Nambishan study Dr. Sad and the Power Lunch was joint runner-up in the third Outlook Picador non-fiction contest in 2003. ഇന്ത്യയിലെ പ്രസിദ്ധമായ ന്യൂസ് വീക്കിലി ഔട്ട്ലുക്ക് സംഘടിപ്പിക്കുന്ന നോൺ ഫിക്ഷൻ കണ്ടസ്റ്റ് 2003 സംഘടിപ്പിച്ച നോൺ ഫിക്ഷൻ കണ്ടസ്റ്റിൽ നമ്പീഷൻ്റെ രചനയായ ഡോക്ടർ സാഡ് ആൻഡ് ദ പവർ ലഞ്ച് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് was shortlisted for the DSC Prize for the South Asian Literature in 2012 as well as the Man Asian Literary Prize in 2008. കാവേരി നമ്പീഷിൻ്റെ മറ്റൊരു രചനയായ ദ സ്റ്റോറി ദാറ്റ് മസ്റ്റ് നോട്ട് ബി ടോൾഡ് എന്ന രചന 2012 DSC പ്രൈസിനും, അതായത് സൗത്ത് ഏഷ്യൻ സാഹിത്യ രചനകൾക്കുള്ള DSC പ്രൈസിനും, അതുപോലെ 2008 മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസിനും ഈ ഒരു രചന നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഷി വാസ് ഇലക്ട് കൂഡ് പേഴ്സൺ ഓഫ് ദി ഇയർ 2005. 2005 കൂഡ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി കാവേരി നമ്പീശൻ തെരഞ്ഞെടുക്കപ്പെട്ടു. These are the some of the details about the author. Okay, let us move to our chapter. That means our play. Listen to the Mountain. Okay, firstly we can see the characters in this play. Okay, characters. First one, grandmother. മുത്തശ്ശിയാണ് ഇതിലൊരു പ്രധാന കഥാപാത്രം. നാരായൺ, അവരുടെ പേരക്കുട്ടിയായ നാരായൺ, അദ്ദേഹം ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. തേർഡ് വൺ, രാമണ്ണ, ഒരു ടീ ഷോപ്പ് ഓണറാണ് രാമണ്ണ. പിന്നീട് ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ എന്നിവർ വില്ലേജ് മെൻ, ഇവർ ഗ്രാമവാസികളായിട്ടുള്ള ശാസ്ത്രി, കണ്ണൻ, രുദ്രപ്പ തുടങ്ങിയവരും ഈ ഒരു പ്ലേയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. നെക്സ്റ്റ് വൺ, സാഗർ, ബിൽഡിംഗ് കോൺട്രാക്ടർ. ലാസ്റ്റ് വൺ, ദീക്ഷിത്, മിലിയനർ ഇൻഡസ്ട്രിയലിസ്റ്റ്, കോടീശ്വരനായ വ്യാപാരി തുടങ്ങിയവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, നമുക്ക് നമ്മുടെ കഥയുടെ സെറ്റിംഗ് നോക്കാം. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ഈ നാടകം നടക്കുന്നത് ഒരു ഗ്രാമാന്തരീക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ് ഈ നാടകം നടക്കുന്നത്. ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ. ഒരു പ്രകൃതിരമണീയമായ പർവ്വതം, ട്രീസ് മരങ്ങൾ, റിവർ പുഴ എന്നിവയെല്ലാം അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കൺട്രി സൈഡ് വ്യൂ, പ്രധാനമായിട്ടും ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് അതിനകത്ത് പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഒരു നാട്ടിൻ പുറമാണ് കാണിക്കുന്നത്. സീൻ 1 and 4 ആർ ഇനാക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ. ഒന്നാമത്തെ സീനും നാലാമത്തെ സീനും കർട്ടൻ്റെ ഫ്രണ്ട് വശത്താണ് കാണിക്കുന്നത്. അതായത് കർട്ടൻ ഉയരാതെ കർട്ടന് താഴ്ന്നു കിടക്കുന്നു. അതിൻ്റെ മുമ്പിൽ വെച്ചാണ് ഒന്നാമത്തെ സീനും നാലാമത്തെ സീനും നടക്കുന്നത്. ദ കർട്ടൻ റൈസസ് ഫോർ സീൻസ് 2, 3 and 5. 2, 3, 5, 2, 3, 5 എന്നീ സീനുകൾക്ക് വേണ്ടിയിട്ട് കർട്ടൻ ഉയരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, ഒന്നാമത്തെ സീനിൻ്റെ അകത്ത് എന്തില്ല, കർട്ടൻ ഉയരുന്നില്ല, കർട്ടൻ താഴ്ന്നു കിടക്കുകയാണ്. അതിന് മുമ്പിലാണ് അവർ അഭിനയിക്കുന്നത്. അതിനുശേഷം ഒന്നാമത്തെ സീൻ കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ സീനിന് വേണ്ടി കർട്ടൻ ഉയരുന്നു, അത് താഴുന്നു. വീണ്ടും മൂന്നാമത്തെ സീനിന് വേണ്ടി കർട്ടൻ ഉയരുന്നു. പിന്നെ കർട്ടൻ താഴ്ന്നു കഴിഞ്ഞാൽ നാലാമത്തെ സീൻ നടക്കുന്നത് കർട്ടൻ്റെ മുൻവശത്താണ്. കർട്ടൻ താഴ്ന്നു കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ നാലാമത്തെ സീൻ കഴിഞ്ഞാൽ വീണ്ടും കർട്ടൻ ഉയരുന്നു. അപ്പോൾ അഞ്ചാമത്തെ സീനിലുള്ള അറേഞ്ച്മെൻറ്റുകൾ അതിനകത്ത് നടന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീൻ കിടക്കുന്നത്. ഓക്കെ, സീൻ 1, ഒന്നാമത്തെ സീനിലേക്ക് നോക്കുക. കർട്ടൻ താഴ്ന്നാണ് കിടക്കുന്നത്. കർട്ടൻ്റെ മുമ്പിലാണ് അവർ അഭിനയിക്കുന്നത്. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്. സ്റ്റേജിൻ്റെ വലതുവശത്തു നിന്നും മുത്തശ്ശി കടന്നു വരുന്നു.
ഹോബിൾസ് ടു ദ സെൻറ്റർ. എന്നിട്ട് മുത്തശ്ശി ഹോബിൾ എന്ന് പറഞ്ഞാൽ വേച്ച് നടക്കുക. ഓക്കെ, ഹോബിൾസ് ടു ദ സെൻറ്റർ. ആ സ്റ്റേജിൻ്റെ മധ്യഭാഗത്തേക്കായിട്ട് വേച്ച് നടക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ കർട്ടൻ, ആ കർട്ടൻ്റെ മുമ്പിൽ വെച്ച്. ആൻഡ് സ്പീക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. മുത്തശ്ശി ആ തൻ്റെ ഓഡിയൻസിനോട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ ഉറച്ച സ്വരത്തിൽ അവർ സംസാരിക്കുന്നു. മുത്തശ്ശി പറയുന്നു, ഗ്രാൻഡ് മദർ, ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഞാനൊരു മുതുമുത്തശ്ശിയാണ്. ഐ വാസ് ബോൺ അറ്റ് ദ ടേൺ ഓഫ് ദി സെഞ്ചുറി. ഈ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിലാണ് ഞാൻ ജനിച്ചത്. എപ്പോൾ? വെൻ ദർ വെർ നോ മോട്ടോർ കാർസ്. അന്ന് ഇവിടെ മോട്ടോർ കാറുകളില്ലായിരുന്നു. നോ എയ്റോപ്ലെയിൻസ്. അന്നിവിടെ എയ്റോപ്ലെയിൻ ഇല്ലായിരുന്നു. നോ ടെലിവിഷൻ. അന്നിവിടെ TV ഇല്ലായിരുന്നു. നോ മൂവീസ്. സിനിമകളില്ലായിരുന്നു. ആൻഡ് മച്ച് ലെസ് നോയ്സ്. അന്ന് ഇത്രത്തോളം ശബ്ദ കോലാഹലങ്ങളും ഇല്ലായിരുന്നു. അന്ന് ഇത്രത്തോളം ശബ്ദ മലിനീകരണവും അല്ലെങ്കിൽ ശബ്ദവും ഇല്ലായിരുന്നു. ഫോഴ്സസ്. മുത്തശ്ശി അല്പനേരം മിണ്ടാതിരിക്കുന്നു. മുത്തശ്ശി വീണ്ടും സംസാരം തുടരുന്നു. ഐ വാസ് ബോൺ ഹിയർ. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. ഗ്രൂ അപ്പ്. ഇവിടെയാണ് ഞാൻ വളർന്നത്. മാരീഡ്. ഇവിടെ തന്നെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഹാഡ് മൈ ചിൽഡ്രൻ. എനിക്ക് മക്കളുണ്ടായി. ഗ്രാൻഡ് ചിൽഡ്രൻ. പേരക്കുട്ടികളുണ്ടായി. ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ആ പേരക്കുട്ടികൾക്കും കുട്ടികളുണ്ടായി. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇവിടെയാണ് ജീവിച്ചത്. ഹിയർ. ഇവിടെ. ഇൻ ദിസ് വില്ലേജ്. ഈ ഗ്രാമത്തിൽ. ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി. ഈ ധർമ്മഗിരി പർവ്വതത്തിൻ്റെ ചെരിവുകളിലാണ് ഞാൻ വളർന്നത്. ദ റിവർ. ഇവിടെ കാണുന്ന പുഴയുണ്ടല്ലോ. ട്രീസ്. മരങ്ങൾ. ഫ്ലവേഴ്സ്. പൂക്കൾ. ബേർഡ്സ്. പക്ഷികൾ. ആൻഡ് അനിമൽസ്. മൃഗങ്ങളും. ആർ ഓൾ മൈ ഫ്രണ്ട്സ്. അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ആരൊക്കെയാണ്? പുഴയും മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ്. എനിക്ക് വളരെ കഷ്ടതയുള്ള ജീവിതമാണ്. ശരിയായിരിക്കാം. ബട്ട് ഹാപ്പി വൺ. പക്ഷെ അത് വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ്. പോസസ്. മുത്തശ്ശി വീണ്ടും മിണ്ടാതിരിക്കുന്നു. മുത്തശ്ശി വീണ്ടും സംസാരം തുടരുന്നു. നൗ. ഇപ്പോൾ. ഐ ആം ഓൾമോസ്റ്റ് 90. എനിക്കിപ്പോൾ 90 വയസ്സ് പ്രായമുണ്ട്. മൈ ഗ്രാൻഡ് സൺ. എൻ്റെ പേരക്കുട്ടി നാരായൺ. അവൻ്റെ പേരാണ് നാരായൺ. ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. അവനൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവൻ എൻ്റെ അടുത്ത് ഒരു അമ്പരപ്പിക്കുന്ന വാർത്തയുമായിട്ട് വന്നു. ഫോഴ്സസ്. മുത്തശ്ശി വീണ്ടും നിശബ്ദമാവുന്നു. വീണ്ടും മുത്തശ്ശി സംസാരം തുടരുന്നു. ഷോൾ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയട്ടെ. വെയിറ്റ്. ഒരു അല്പനേരം കാത്തു നിൽക്കൂ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഷി ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ്. മുത്തശ്ശി അവിടുന്ന് വേച്ച് നടന്നു പോകുന്നു. എൻ്റെ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദ സ്റ്റേജ്. നാരായൺ അതായത് ഗ്രാൻഡ് മദറിൻ്റെ പേരക്കുട്ടിയായ നാരായൺ ഒരു വശത്ത് നിന്നിങ്ങനെ നടന്നു വരുന്നു. ആൻഡ് സാഗർ ഫ്രം ദ അതർ. മറുവശത്ത് നിന്ന് സാഗറും നടന്നു വരുന്നു. ദ മീറ്റ് സെൻട്രൽ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈച്ച് അതർ. രണ്ടുപേരും സ്റ്റേജിൻ്റെ മധ്യഭാഗത്തെത്തുന്നു. രണ്ടുപേരും ആശംസകൾ ഒരു ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. രണ്ടുപേരും ഹായ് പറയുന്നു. നാരായൺ പറയണം. വെൽക്കം ടു അവർ വില്ലേജ്. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഞാൻ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടും. ഇതിൽ ആരാണ് നാരായൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ പേരക്കുട്ടിയാണ് നാരായൺ. അവന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണെന്ന് ഗ്രാൻഡ് മദർ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംസാരത്തിൽ നമുക്കറിയാം ആരാണ് നാരായൺ എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാനാണ് ഹെഡ് മാസ്റ്റർ, ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നാരായൺ. അപ്പോൾ സാഗർ പറയുന്നു, സാഗർ, എൻ്റെ പേര് സാഗറാണ്. ഫ്രം ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. പ്ലീസ്ഡ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. അപ്പോൾ നാരായൺ ചോദിക്കുന്നു, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ മിസ്റ്റർ സാഗർ, നമുക്കൊരു ചായ കുടിച്ചാലോ? രമണസ് ടീ ഷോപ്പ് ഈസ് ജസ്റ്റ് അക്രോസ് ദ റോഡ്. നമ്മുടെ രാമണ്ണൻ്റെ ചായക്കട ഈ റോഡിനപ്പുറമുണ്ട്. പ്ലീസ് കം, ദയവായി എൻ്റെ കൂടെ വരൂ. നാരായൺ അങ്ങനെ സാഗറിനെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചു. സാഗർ, താങ്ക് യു. അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ കൂടെ പോകുന്നു. ദേ ലീവ് ടുഗദർ. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ രംഗത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് പോകുന്നു. സീൻ 2. രണ്ടാമത്തെ സീന്.
കർട്ടൻ റൈസസ്. അങ്ങനെ ഒന്നാമത്തെ സീന് കഴിഞ്ഞു. ഒന്നാമത്തെ സീനിൽ ആദ്യം മുത്തശ്ശി വന്നു. മുത്തശ്ശി ഒരു വശത്തേക്ക് നടന്നു പോയപ്പോൾ ഒരു വശത്തു നിന്ന് നാരായണനും വന്നു, ഒരു വശത്ത് സാഗറും വന്നു. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരു വശത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ കർട്ടൻ ഉയരുന്നു. സീൻ 2. സീൻ 2. ഓക്കെ. കർട്ടൻ റൈസസ്. കർട്ടൻ ഉയരുന്നു. സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അതിനകത്ത് രാമണന്റെ ചായക്കട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മോൾ, വളരെ ചെറിയ ഒരു ചായക്കടയാണ്, എന്നാൽ cheerful, മനോഹരമായ ഒരു ചായക്കടയായിരുന്നു. cheerful ഹോട്ടൽ വിത്ത് 2 ടേബിൾസ്. നല്ല 2 ടേബിളുകളുള്ള മനോഹരമായ ഒരു ഹോട്ടലായിരുന്നു അത്. അതായത് വളരെ ചെറിയ ഹോട്ടലാണ്, എന്നാൽ അതുപോലെ വളരെ മനോഹരമായ ഒരു ഹോട്ടലായിരുന്നു. ആൻഡ് സെവറൽ ചെയർസ്, കുറച്ച് ചെയറുകളും അവിടെ ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ റേഡിയോ ആൻഡ് രാമണ്ണാസ് കൗണ്ടർ. ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ, ഒരു റേഡിയോ രാമണ്ണൻ്റെ കൗണ്ടറിലുമുണ്ട്. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലേഡിങ്, അതിൽ നിന്ന് വളരെ ലളിതമായ ശബ്ദത്തിൽ സിനിമയുടെ ഗാനം ഇങ്ങനെ അവിടെ ഒഴുകുന്നുണ്ടായിരുന്നു. കോൺവെർസേഷൻ ഓപ്പൺസ്, സംഭാഷണം തുടങ്ങിയപ്പോൾ മ്യൂസിക് ഫെയ്ഡ്സ്, ആ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ വരുന്ന ആ ഗാനത്തിൻ്റെ ശബ്ദം ഫെയ്ഡ്, അതിങ്ങനെ മങ്ങാൻ തുടങ്ങി. സാഗർ, അങ്ങനെ സാഗർ ആ ഹോട്ടലിലേക്ക് വന്നു. സാഗറും നാരായണനും കൂടിയാണ് ആ ഹോട്ടലിലേക്ക് വന്നത്. സാഗർ സിറ്റിംഗ്, സാഗർ അവിടെ ഒരു ചെയറിലിരുന്നു. യെസ്, താങ്ക് യു, നിങ്ങൾക്ക് നന്ദി. ഐ വിൽ ഹാവ് ടീ, എനിക്കൊരു ചായ വേണം. മൂവ്ഡ് ഇൻ ടു ദ വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് 2 ദിവസമായി. നിങ്ങൾക്കറിയോ? റെന്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റിനപ്പുറത്ത്, അതായത് ചന്തക്കപ്പുറമുള്ള ഒരു വീട് വാടക എടുത്തിട്ടുണ്ട്. ബിറ്റ് പ്രിമിറ്റീവ്, വളരെ പഴകിയ ഒരു വീടാണത്. ബട്ട് ഇറ്റ് വിൽ ഡു, പക്ഷെ അതന്നെ ധാരാളം. ലോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിരിക്കുന്നു. അദ്ദേഹം വീണ്ടും സംസാരം തുടരുന്നു. ഐ ആം വൺലി ഹിയർ ഫോർ 6 months. ഞാൻ ഏകദേശം ഇവിടെ ഒരു 6 മാസമല്ലേ ഗ്രാമത്തിൽ ഉണ്ടാവുള്ളൂ. താങ്ക് ഗുഡ്നസ്, അതന്നെ വലിയ കാര്യം. രാമണ്ണ, ഇത് കേട്ടപ്പോൾ രാമണ്ണ, അതായത് ചായക്കടക്കാരനായിട്ടുള്ള രാമണ്ണ ക്യൂരിയസ്ലി, വളരെ ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നു. വൈ 6 months? എന്താ 6 മാസം? ഹാവ് യു കം ഓൺ എ ബിസിനസ്? നിങ്ങളിവിടെ വല്ല ബിസിനസ്സിനും വേണ്ടിയിട്ടാണോ വന്നിട്ടുള്ളത്? സാഗർ വിത്ത് സ്നിയർ, ഒരു പരിഹാസത്തോടുകൂടി. അതെ. വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡംപ് ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സുഖകരമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പിന്നെ ഞാൻ എന്തിനാ വരേണ്ട കാര്യം? വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ. ഞങ്ങൾ ഇവിടെ വലിയൊരു ഹോട്ടൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. എ 5 star ഹോട്ടൽ, ഒരു 5 star ഹോട്ടൽ നിർമ്മിക്കാനുള്ള പദ്ധതി ഞങ്ങൾക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. രാമണ്ണ സെവൻറ്റി. രാമണ്ണന് ചായ കൊടുക്കുന്ന സമയത്ത് രാമണ്ണൻ ചോദിച്ചു, എ 5 star ഹോട്ടൽ, ഒരു 5 star ഹോട്ടലോ? ഹിയർ, ഇവിടെയോ? ഇൻ അവർ വില്ലേജ്, ഞങ്ങളുടെ ഗ്രാമത്തിലോ? സാഗർ, അപ്പോൾ സാഗർ പ്രൗഡ്ലി, ഒരു അല്പം ബഹുമാനത്തോടെ, അല്പം ഗമയോടുകൂടി അദ്ദേഹം പറഞ്ഞു, അതെ. എ ഫ്യൂബുലസ് മൾട്ടി സ്റ്റോറേഡ് ഹോട്ടൽ, ഒരു വിസ്മയകരമായ ഒരു 2 നില ഹോട്ടൽ തന്നെ. 300 റൂംസ്, 300ഓളം റൂമുകൾ അതിനകത്തുണ്ടാവും. ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാവും. സ്വിമ്മിംഗ് പൂൾ, നീന്തൽ കുളം ഉണ്ടാവും. ഹെൽത്ത് ക്ലബ് ഉണ്ടാവും. വീഡിയോ തിയേറ്റർ ഉണ്ടാവും. ദ വർക്ക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനകത്ത്. ഓക്കെ, അദ്ദേഹം എന്താണ്, ഒരു 5 star ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുള്ളത്. നാരായൺ, നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള നാരായൺ സർപ്രൈസ്ഡ്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ഒരു അന്താളിപ്പോടെ ചോദിച്ചു, ബട്ട് ഹൗസ് ഈസ് എ സ്മോൾ വില്ലേജ്? പക്ഷെ ഞങ്ങളുടെ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമാണല്ലോ. only 500 people live here. ഏകദേശം 500ഓളം ആളുകൾ മാത്രമാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത്. വാട്ട് വിൽ വി ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? 300ഓളം റൂമുകളുള്ള ആ ഒരു ഹോട്ടൽ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമ്മുടെ നാരായൺ ഒരു അത്ഭുതത്തോട് കൂടി ചോദിച്ചു. അപ്പോൾ സാഗർ അഡ്രസ്സിങ് ദ ഓഡിയൻസ്, അവിടെയുള്ള ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഈ പ്ലേ കാണുന്ന ഓഡിയൻസിനെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വില്ലേജ് ഫോക്ക്, ഗ്രാമവാസികൾ, ഡംബ്, അവർ ഊമകളാണ്. ടു നാരായൺ, എന്നിട്ട് അദ്ദേഹം നാരായണന്റെ നേരെ തിരിഞ്ഞു. ടൂറിസം ആൻഡ് ടൂറിസം, ടൂറിസമാണ് മനുഷ്യ, ടൂറിസം. റൈസസ് ഫ്രം ദ ചെയർ. സാഗർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ടോക്സ് ഇൻ ആൻ എക്സൈറ്റഡ് വോയിസ്, ഒരു ഉത്തേജിപ്പിക്കുന്ന, ഒരു ഉത്ബോധിപ്പിക്കുന്ന ശബ്ദത്തോടുകൂടി അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി.
ദിസ് ഇസ് എ ലവ്ലി വില്ലേജ്. ഇതൊരു മനോഹരമായ ഗ്രാമമാണ്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വാലി. ഈ ഒരു താഴ്വരയുടെ മധ്യത്തിലായിട്ടുള്ള മനോഹരമായ ഗ്രാമമാണിത്. ദിസ് റിവർ, നിങ്ങളുടെ നാട്ടിൽ ഈ പുഴയുണ്ടല്ലോ, ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ്. നിങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ ഒരു റിവർ, ഈ ഒരു പുഴയുണ്ടല്ലോ, ഇറ്റ് ഈസ് ദ ക്ലീനസ്റ്റ്. ഇത് നല്ലൊരു വൃത്തിയുള്ള പുഴ തന്നെയാണ്. അഴുക്കൊന്നുമില്ലാത്ത നല്ല മനോഹരമായ വൃത്തിയുള്ള ഒരു പുഴയാണ്. ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലീനായ പുഴയാണ് ഈ ഒരു പുഴ. അതായത് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ശുദ്ധമായ പുഴയാണ് നിങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഈ ഒരു പുഴ. സ്വീപ്സ് ഹിസ് ആംസ് ആസ് ഹി സ്പീക്സ്. സാഗർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും അതിൻ്റെ കൂടെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ഐ ഹാവ് ദ ധർമ്മഗിരി മൗണ്ടെയിൻ. ഈ ധർമ്മഗിരി പർവ്വതത്തിൻ്റെ കുന്ന്. സച്ച് എ ഗോർഗസ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. അവിടെ വളരെ മനോഹരമായ അല്ലെങ്കിൽ എന്താ ആഡംബരമായ സുന്ദരമായ കാഴ്ച തന്നെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. ദ വാട്ടർഫോൾസ്, നിങ്ങളുടെ നാട്ടിലെ ഈ വാട്ടർഫോൾസ്, ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ദ ട്രീസ്, മരങ്ങൾ, ദ വൈൽഡ് ലൈഫ്, ഈ കാനന ജീവികളൊക്കെ. മാർവലസ്, ആശ്ചര്യകരം തന്നെ. സിംപ്ലി മാർവലസ്, അത് ആശ്ചര്യകരം തന്നെ. അദ്ദേഹം പറയാൻ തുടങ്ങി എന്താണ്, ഈ നിങ്ങളുടെ നാട്ടിലെ ഈ പുഴ എന്താണ്, ഏറ്റവും ശുദ്ധമായ പുഴയാണ്. നിങ്ങളുടെ നാട്ടിലെ ഈ ഒരു വാട്ടർഫോൾ, ഈ ഒരു വെള്ളച്ചാട്ടം, മരങ്ങൾ, കാനന ജീവികൾ എല്ലാതും കൂടി നോക്കുമ്പോൾ മനോഹരം, ആശ്ചര്യകരം തന്നെ. The plan is to build a 5-star hotel right there on top of ധർമ്മഗിരി. ഞങ്ങളുടെ പദ്ധതി നിങ്ങളുടെ ധർമ്മഗിരി പർവ്വതത്തിന് കുന്നിൻ്റെ മുകളിൽ ഒരു 5-star ഹോട്ടൽ നിർമ്മിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ്. നിങ്ങളുടെ ഗ്രാമത്തെ നോക്കുന്ന രൂപത്തിൽ ഒരു 5-star ഹോട്ടൽ ധർമ്മഗിരി പർവ്വതത്തിൽ നിർമ്മിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പോയിന്റ്സ് ടു ദി മൗണ്ടെയിൻ. അദ്ദേഹം ഒരു ധർമ്മഗിരി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് തന്നെ ചൂണ്ടി. ഫാന്റാസ്റ്റിക്, ആശ്ചര്യകരം തന്നെ അല്ലേ. നാരായൺ, ഇത് കേട്ടപ്പോൾ നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററായ നാരായൺ ഷോക്ക്ഡ്. അദ്ദേഹം ഒരു അന്താളിപ്പോടെ. ദ ഒൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഈസ് ദ ടെമ്പിൾ. ഞങ്ങൾ ഈ ഒരു ധർമ്മഗിരി പർവ്വതത്തിന് മുകളിൽ ഉണ്ടാക്കിയ ഏക ഒരു കെട്ടിടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ നിർമ്മിച്ചത് എ ടെമ്പിൾ, ഒരു അമ്പലം മാത്രമാണ്. ബിൽഡ് 300 years ago. അതും 300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. രാമണ്ണ, നമ്മുടെ ചായക്കടക്കാരനായ രാമണ്ണ. ദ മൗണ്ടെയിൻ ഈസ് സാക്രഡ് ടു അസ്. ആ പർവ്വതമുണ്ടല്ലോ, സാക്രഡ് ടു അസ്, അത് ഞങ്ങൾക്ക് അത്രത്തോളം പുണ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദർ ഫ്ലോസ് ഡൗൺ. ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ആ പുഴ അവിടെ നിന്നാണ് ഒഴുകി തുടങ്ങുന്നത്. ആൻഡ് സസ്റ്റെയിൻ അവർ ക്രോപ്സ്. ഞങ്ങളുടെ വിളകളെ നിലനിർത്തുന്നതും ആ പുഴയാണ്. അവർ ലൈവ്സ്, ഞങ്ങളുടെ ജീവിതവും നിലനിർത്തുന്നതും ആ പുഴ തന്നെയാണ്. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദർ? എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ധർമ്മഗിരി കുന്നിൻ്റെ മുകളിൽ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ തോന്നുന്നത്? നാരായൺ, അപ്പോൾ നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്ററായ നാരായൺ. ദർ ഈസ് ഓൺലി എ നാരോ വിൻഡിങ് പാത്ത് ടു ദി ടോപ്പ്. ഒരു ഇടുങ്ങിയ വളഞ്ഞു പുളഞ്ഞ പോകുന്ന വഴി മാത്രമാണ് ആ മലമുകളിലേക്കുള്ളത്. യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നിങ്ങളുടെ വാഹനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് പോവാൻ സാധിക്കില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഹൗസസ്? നിങ്ങളുടെ വാഹനം അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീടുകൾക്ക് എന്ത് പറ്റും? ആ ഒരു താഴ്വരയിലുള്ള വീടുകൾക്ക് എന്ത് പറ്റും? ഇൻക്ലൂഡിങ് മൈന്, ആ കൂട്ടത്തിൽ എൻ്റെ വീടുമുണ്ട്. എൻ്റെ വീട് ഉൾപ്പെടെ വിച്ച് ആർ അലോങ് ദ സ്ലോപ്പ്. ആ ചെരിവിലുള്ള എൻ്റെ വീടുൾപ്പെടെയുള്ള ആ വീടുകൾക്ക് എന്തെല്ലാം പറ്റും? സാഗർ, അപ്പോൾ സാഗർ പറഞ്ഞു, ബിൽഡിംഗ് കോൺട്രാക്ടറായ സാഗർ പറഞ്ഞു, ദർ ഈസ് നത്തിങ് ടു വറി. നിങ്ങൾ അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ ക്യാൻ ടെൽ യു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദിസ് ഹോട്ടൽ ഈസ് ബീങ് ബിൽഡ് ബൈ ദീക്ഷിത്. ദീക്ഷിത് എന്നൊരാളാണ് ഈ ഹോട്ടൽ നിർമ്മിക്കുന്നത്. ഹേർഡ് ഓഫ് ഹിം, നിങ്ങൾ അയാളെ കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ദ മില്യനിയർ ഇൻഡസ്ട്രീസ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്നുമുള്ള കോടീശ്വരനായ വ്യവസായി. അയാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹി ഹാസ് ദ ഓക്കെ ഫ്രം ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ഈ ഒരു ഹോട്ടൽ നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിൻഡ് ദ ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. ഈ ഒരു ഹോട്ടൽ നിർമ്മിക്കാനുള്ള കരാറ് എൻ്റെ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഐ ഹാവ് കം
ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ട്. ഞാൻ അതിനുള്ള ജോലി തുടങ്ങാനാണ് ഈ ഗ്രാമത്തിലേക്ക് വന്നത്. രാമണ്ണ എജിറ്റേറ്റഡ്, അദ്ദേഹം ഒരു അലോസരത്തോടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിനോടുള്ള ഒരു നീരസം വെറുപ്പോട് കൂടി പറഞ്ഞു. അരേ നോ വൺ ഇൻ ദ വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് ഇറ്റ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആരോടും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരാൾക്കും ഈ പദ്ധതി ഇഷ്ടമാവില്ല. ഐ നോ ദ വിൽ നോട്ട്. എനിക്കറിയാം അവർക്ക് ഈ ഒരു പദ്ധതിയോട് ഒരു യോജിപ്പും ഉണ്ടാവില്ല. സാഗർ ഹോട്ട്ലി, ഒരു അല്പം അദ്ദേഹം ഒരു അലോസരത്തോടെ, അത് രാമണ്ണ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഇതിനൊരു എതിർപ്പുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ സാഗറും ഒരു അലോസരത്തോടെ. ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇഗ്നോറൻസ്, വിവരക്കേട് തന്നെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, വിവരക്കേട് തന്നെ. ദ വില്ലേജ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. ക്യാൻ യു സി? ഈ ഒരു ഗ്രാമത്തിന് ഒരു വിധത്തിലും അതൊരു ഉപദ്രവമാവില്ല. ക്യാൻ യു സി? നിങ്ങൾക്കത് കാണണോ? വെൻ വി വൈഡൻ ദ റോഡ് ടു ഗോ അപ്പ് ദ ഹിൽ ആൻഡ് മേക്ക് ഇറ്റ് എ ടാർ റോഡ്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ആ റോഡ്, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഇടുങ്ങിയ വഴിയാണ്, ഞങ്ങൾ അതിനെ അതിനെ ഞങ്ങൾ വലുതാക്കും, വലിയ റോഡാക്കി മാറ്റും. ആൻഡ് മേക്ക് ഇറ്റ് എ ടാർ റോഡ്, എന്നിട്ട് അതൊരു ടാർ ഇട്ട റോഡാക്കി മാറ്റും. സം ഹൗസസ് വിൽ നാച്ചുറലി ബി knocked ഡൗൺ. ചിലപ്പോൾ ഇങ്ങനെ റോഡ് വിശാലമാക്കുമ്പോൾ ചില വീടുകളെല്ലാം തകർന്നേക്കാം. വി വിൽ കോമ്പൻസേറ്റ് ഹാൻസംലി. എന്നാൽ ഞങ്ങൾ അവർക്ക് കൈ നിറയെ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. ഡോണ്ട് യു വെറി, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട മാൻ. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽസ് ഇൻ ദ കൺട്രി. ഈ ഒരു ഹോട്ടൽ ഞങ്ങളിവിടെ നിർമ്മിക്കാൻ പോകുന്ന ഈ 5 സ്റ്റാർ ഹോട്ടലാവും ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ല ലക്ഷറി ഹോട്ടലായിട്ട് മാറുക. ടൂറിസ്റ്റ്സ് വിൽ പോ ഇൻ ടു യുവർ വില്ലേജ്. ടൂറിസ്റ്റുകൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒഴുകി വരും. എസ്പെഷ്യലി റിച്ച് വൺസ്, പ്രത്യേകിച്ച് പണക്കാരായ നല്ല നല്ല ടൂറിസ്റ്റുകൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒഴുകി വരും. നാരായൺ ഇത് കേട്ടപ്പോൾ നാരായൺ ഡൗട്ട്ഫുള്ളി, ഒരു സംശയത്തോടു കൂടി ചോദിച്ചു, വേർ ആർ ദ മെൻ ടു ബിൽഡ് യുവർ ഹോട്ടൽ? നിങ്ങളുടെ ഹോട്ടൽ നിർമ്മിക്കാനുള്ള ജോലിക്കാരെല്ലാം എവിടെ? വെർ ഇസ് ദ മെഷീനറി? നിർമ്മിക്കാനുള്ള സാമഗ്രികളൊക്കെ എവിടെ? സാഗർ ഇത് കേട്ടപ്പോൾ സാഗർ ലോഫിങ്, ചിരിച്ചുകൊണ്ട്, ഇറ്റ് ഈസ് ആൾ അറേഞ്ച്ഡ്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാൻ. ദീക്ഷിത് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. നിങ്ങൾക്ക് കോടീശ്വരനായ ദീക്ഷിതിനെ കുറിച്ച് അറിയില്ലേ? അദ്ദേഹം സമയം ഒരിക്കലും വെറുതെ കളയുന്ന ആളല്ല. ഹി ഹാസ് ഇൻഫ്ലുവൻസ്. അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ചിട്ടവട്ടത്തോടുകൂടി അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലിങ്ങനെ ഞൊടിച്ചു അദ്ദേഹം സാഗർ വീണ്ടും സംസാരം തുടർന്നു. ടുമോറോ, നാളെ, ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെന്റ്സ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. ലോറികളും ട്രക്കുകളും ഒക്കെ നാളെ സിമെന്റുമായും ബ്രിക്സ് കട്ടകളുമായും സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ് മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ലോറികളും ട്രക്കുകളെല്ലാം നാളെ ഇവിടെ വരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്. ജോലിക്കാരെയും ഞങ്ങൾ കൊണ്ടുവരും. ഓഫ് കോഴ്സ്, തീർച്ചയായും ഒരു ഏകദേശം ഉറപ്പായും a few hundred, ഒരു 100ഓളം ജോലിക്കാരെ തന്നെ ഞങ്ങൾ കൊണ്ടുവരും. രാമണ്ണ ഇത് കേട്ടപ്പോൾ രാമണ്ണൻ, a few hundred, 100ഓളം ജോലിക്കാരോ? വെർ വിൽ ദ സ്റ്റേ? അവരെവിടെയാ താമസിക്കുക? അവരെവിടെയാ നിൽക്കുക? സാഗർ പറഞ്ഞു, വി വിൽ പുറ്റ് അപ്പ് ടെമ്പററി ഡ്വെല്ലിങ്സ് ഫോർ ദം അറ്റ് ദ ഫുട്ട് ഓഫ് ദി ഹിൽ. ഈ കുന്നിൻ ചെരുവിലായിട്ട് അവർക്ക് വേണ്ടി താൽക്കാലികമായ പാർപ്പിടങ്ങൾ ഞങ്ങൾ തയ്യാറാക്കും. നിങ്ങൾക്കറിയോ? സം ടെമ്പററി ഷാഗ്സ്. ചില താൽക്കാലിക കുടിലുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നോ പ്രോബ്ലം, അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നാരായൺ ഇത് കേട്ടാകുമ്പോൾ നാരായൺ, യു മീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യു വിൽ ഹാവ് സ്ലംസ് ഹിയർ, നിങ്ങൾ ഇവിടെ ചേരികൾ ഉണ്ടാക്കുമെന്നാണോ? സാഗർ ഇത് കേട്ടപ്പോൾ സാഗർ ശ്രഗിങ്, അദ്ദേഹം ഒരു വശത്തേക്ക് തോള് ചെരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വെൽ അതെ, ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ്ഡ് ടു മാൻ. അവർ അങ്ങനെ തന്നെയാണ് താമസിക്കാർ മാൻ. ദേ ലിവ് ലൈക്ക് റാറ്റ്സ്. അവർ എലികളെ പോലെയാണ് അവർ ജീവിക്കാറുള്ളത്. ഡോണ്ട് യു നോ? നിങ്ങൾക്ക് ആ കാര്യം അറിയില്ലേ? നാരായൺ അനോയിഡ് ഒരു അസ്വസ്ഥതയോടുകൂടി പറഞ്ഞു, മിസ്റ്റർ സാഗർ, I strongly oppose this plan to build a hotel on Dharmagiri.
ഈ ധർമ്മഗിരി കുന്നിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഈ ഹോട്ടലിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ പദ്ധതി ഉണ്ടല്ലോ, അതിനെ ഞാൻ അതിശക്തമായി എതിർക്കുന്നു. ഐ വിഷ് ഞാൻ എന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നു എന്നാ. ദ വില്ലേജേഴ്സ് ആര്? ഞങ്ങൾ ഗ്രാമക്കാർ. ഹാഡ് ബിൻ കൺസൾട്ട് ഫസ്റ്റ് മിസ്റ്റർ ദീക്ഷിത് ഷുഡ് ഹാവ് ആസ്ക്ഡ് us വാട്ട് വി ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കോടീശ്വരനായ മിസ്റ്റർ ദീക്ഷിത് ഉണ്ടല്ലോ, അദ്ദേഹം ഹോട്ടൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗ്രാമക്കാരോട് ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണമായിരുന്നു. സാഗർ ഇത് കേട്ടപ്പോൾ സാഗർ കണ്ടംപ്ച്വസ്ലി ഒരു പുച്ഛത്തോടുകൂടി പറഞ്ഞു, ഡോണ്ട് മേക്ക് മീ ലോഫ് മാൻ. എന്നെ ചിരിപ്പിക്കല മനുഷ്യ. മിസ്റ്റർ ദീക്ഷിത് ദ മൾട്ടിമില്യനിയർ, കോടീശ്വരനായ മിസ്റ്റർ ദീക്ഷിതോ? ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്, 2 ഡസനോളം സിനിമാ തിയേറ്ററുകളുള്ള മിസ്റ്റർ ദീക്ഷിത്. 5 ലക്ഷറി ഹോട്ടൽസ്, അദ്ദേഹത്തിന് സ്വന്തമായി 5 ലക്ഷറി ഹോട്ടലുകളുണ്ട്. 3 ഡ്രഗ് കമ്പനീസ്, 3 മരുന്ന് കമ്പനികളുമുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ബിസ്ക്കറ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് കമ്പനിയും അദ്ദേഹത്തിൻ്റെതാണ്. മിസ്റ്റർ ദീക്ഷിത് who owns 5 mansions in different parts of the world, ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി 5ഓളം കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. യു വാണ്ട് ഹിം ടു കൺസൾട്ട് യു. അത്രത്തോളം കോടീശ്വരനായ അദ്ദേഹമാണോ നിങ്ങളെ വന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ടത്? അദ്ദേഹമാണോ നിങ്ങളെ വന്ന് നിങ്ങളുടെ അഭിപ്രായം ആരായേണ്ടത്? ഫോഴ്സസ് സാഗർ ഒരു അല്പനേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, കോടീശ്വരനായ 2 ഡസനോളം സിനിമാ ഹൗസുകളും 5ഓളം ലക്ഷറി ഹോട്ടലുകളും 3ഓളം മരുന്ന് കമ്പനികളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് കമ്പനിയും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി 5ഓളം കൊട്ടാരങ്ങളൊക്കെയുള്ള മിസ്റ്റർ ദീക്ഷിതാണോ നിങ്ങളോടടുത്ത് വന്ന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ടത്? ലുക്ക് മാൻ, ഇവിടെ നോക്കൂ. ഇറ്റ് ഈസ് ഹിസ് മണി. ഇത് അദ്ദേഹത്തിൻ്റെ പണമാണ്. ഹിസ് ഐഡിയ, അദ്ദേഹത്തിൻ്റെ ആശയമാണ്. ഹിസ് എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ്. യു വില്ലേജസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരാൾക്കും അതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രാമണ്ണ ഇത് കേട്ടപ്പോൾ റാഫിൾഡ് ഒരു അസഹ്യതയോട് കൂടി രാമണ്ണൻ പറഞ്ഞു, യു ഡോണ്ട് ആസ്ക്, നിങ്ങൾക്ക് ഞങ്ങൾ അറിയില്ല. വി സെർട്ടൻലി ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്കും ചിലതെല്ലാം ചെയ്യാൻ സാധിക്കും. കർട്ടൻ ഫോൾസ്, കർട്ടൻ താഴോട്ട് വീഴുന്നു. 2ാമത്തെ സീൻ അവിടെ പൂർത്തിയാകുന്നു.